الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض أعدت للمتقين അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഒട്ടേറെ പുണ്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടതുമായ ഒരു മാസം നമ്മളേക്ക് ആഗതമായി കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തിലൂടെ, ഈ വ്രതത്തിലൂടെ നമ്മൾ കൈവരിക്കേണ്ട ലക്ഷ്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത്. വിശ്വാസിയിൽ ഉണ്ടാക്കിയെടുക്കേണ്ട മാറ്റങ്ങൾ ഈ മാസത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ എന്താണ് നമ്മിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കണം എന്നതാണ് പറയാൻ ശ്രമിക്കുന്നത്. അനാവശ്യമായി, അലസമായി ഈ മാസത്തിലെ ഒരു സമയവും നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റമദാൻ എന്നുള്ള വാക്ക് റമദിൽ നിന്ന് ഉൽപ്പന്നമായിട്ടുള്ളത്. റമദ് എന്ന് പറഞ്ഞാൽ വേനലിൽ പെയ്യുന്ന മഴയാണ്. പ്രകൃതിയെ ശുദ്ധീകരിക്കുന്നതിന് റമദിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ പേര് ദ്യോതിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുള്ള എല്ലാ പാപങ്ങളെയും ശുദ്ധീകരിച്ച് കഴുകി അവനെ നിർമ്മലനാക്കുന്നതിൽ ഈ മാസത്തിന് വലിയ പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ ചില ദിവസങ്ങൾക്കും ചില മാസങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേകമായ ചില ശ്രേഷ്ഠതകൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകനും കൽപ്പിച്ചു നൽകിയിട്ടുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതിങ്ങനെ നമുക്ക് വായിക്കാവുന്നതാണ്. അസ്സലവാത്തു ഖംസുൻ വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തു ലിമാ ബൈനഹുന്ന. 5 സമയങ്ങളിലെ നമസ്കാരങ്ങൾ ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള അതിനിടയിലുള്ള കാലയളവ്, ഒരു റമളാൻ കഴിഞ്ഞാൽ അടുത്ത റമദാൻ വരെയുള്ള ചെറിയ കാലയളവ്, ഈ കാലയളവിലുള്ള പാപങ്ങൾ ആ കർമ്മങ്ങളിലൂടെ പൊറുക്കപ്പെടുന്നു എന്നുള്ളത്. ഇതല്ലാത്ത അനേക സമയങ്ങൾ വേറെയുമുണ്ട്.
നമുക്ക് സുപരിചിതമായതുപോലെ രാത്രി നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് നമസ്കരിക്കുന്ന നമസ്കാര സമയം, അതേപോലെ തന്നെ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള സമയം, ഇതൊക്കെയും ഏറെ പ്രാധാന്യമുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. ഒന്നവൻ്റെ ആയുസ്സാണ്, സമയമാണ്. എല്ലാ വിഭവങ്ങളുണ്ടായിട്ടും സമയമില്ലാതെ പോയാൽ ആ വിഭവങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരിക്കും അയാളുടെ തിരിച്ചുപോക്ക്. അതേപോലെ തന്നെ അവസരങ്ങളാണ്. അവസരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപയോഗമാണ് ഒരാളെ ഇഹത്തിലും പരത്തിലും വിജയിയാക്കി തീർക്കുന്നത്. അവസരങ്ങൾ നേർക്കുനേരെ വരുമ്പോൾ അതിൽ നിന്ന് സ്വയം പിൻവാങ്ങിപ്പോവുകയും അതല്ലെങ്കിൽ അവസരങ്ങൾ ഒരു ശല്യമായി സ്വയം ഗണിക്കുകയൊക്കെ ചെയ്താൽ അത് ഇഹത്തിൽ മാത്രമല്ല പരലോകത്തും വലിയ നഷ്ടമായി പോകുമെന്നുള്ളതാണ്. ഖുർആൻ അടിക്കടി ഈ ആശയം നമ്മെ ഉണർത്തുന്നുണ്ട്. പരലോകത്ത് വരുമ്പോൾ വജീഅ യൗമഇദിൻ ബിജഹന്നമ യൗമഇദിൻ, അന്നേ ദിവസം ജഹന്നമിനെ കൊണ്ടുവരപ്പെടുന്ന ദിവസം. അന്നേരം മനുഷ്യന് ഓർമ്മ വരും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ സമയത്തെ സംബന്ധിച്ച്. അള്ളാഹു ചോദിക്കുക, അന്നാ ലഹു ദിക്റ, ഇപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ഓർമ്മ വന്നത്? ഇത്തരമൊരു ആലോചനയും ചിന്തയും ഒക്കെ ഉണ്ടായത് എവിടെ നിന്നാണ് എന്ന് തൊട്ടടുത്ത വചനത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പായി അവസരങ്ങൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാകണമെന്നുള്ളതാണ്. ഞാൻ ഓതി വച്ച വചനം അപ്രകാരം ഒരു ആഹ്വാനമാണ് നമ്മുടെ മുമ്പിൽ നൽകുന്നത്. ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറ ആല ഇംറാനിലെ 133-ാമത്തെ വചനം. അള്ളാഹു പറയാണ്, വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള പാപമോചനത്തിന് നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക, വ ജന്നത്തിൻ, അതേപോലെ സ്വർഗലോകത്തിനും, അർളുഹ, അതിൻ്റെ വിശാലത എന്ന് പറയുന്നത് അസ്സമാവാത്തു വൽ അർള്, ആകാശങ്ങളും ഭൂമിയും എത്രമേൽ വിശാലമാണോ അതിനേക്കാൾ വിശാലതയുള്ളതാണ് ഈ സ്വർഗലോകം എന്ന് പറയുന്നത്. ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് വേണ്ടിയാണ് അള്ളാഹു അത് ഒരുക്കി വച്ചിട്ടുള്ളത്. പാപമോചനത്തിനും സ്വർഗത്തിനും വേണ്ടി നിങ്ങൾ ധൃതിപ്പെട്ടുകൊള്ളുക. ആ സ്വർഗലോകം തയ്യാറാക്കി വച്ചിട്ടുള്ളത് മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയാണ് എന്നതാണ് ആ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഷഅബാനിൻ്റെ അവസാന നാളുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുള്ള ഖുതുബയിൽ പ്രവാചകൻ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വചനം ഇങ്ങനെയാണ്. ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്യുന്നു, അൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഖാൽ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഞങ്ങൾക്ക് നേരെ പ്രസംഗിക്കുകയായിരുന്നു. ഫി ആഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാനിൻ്റെ അവസാന നാളിൽ. അയാൾ അവിടെ നിന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഖദ് അളല്ലക്കും ഷഹറൻ അളീമൻ മുബാറക്കും, ഇതാ മഹത്തായതും അനുഗ്രഹീതവും ആയിട്ടുള്ളൊരു മാസം നിങ്ങളിലേക്ക് തണൽ വിരിയിച്ചിരിക്കുന്നു. ഷഹറുൻ ഫീഹി ലൈലത്തുൻ, ആ മാസത്തിലൊരു രാത്രിയുണ്ട്. മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ആ രാത്രി എന്ന് പറയുന്നത്. ഷഹറൻ ജഅലല്ലാഹു സിയാമഹു ഫരീള, അതിൻ്റെ പകലുകളിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഖിയാമു ലൈലത്തിൻ തതവ്വുഅ, അതിൻ്റെ രാത്രികളിൽ അള്ളാഹു നിങ്ങൾക്ക് നമസ്കാരം ഐച്ഛികമാക്കി നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ആ മാസത്തെ എങ്ങനെ സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു ഏകദേശ ചിത്രമാണ് പ്രവാചകൻ ഷഅബാനിൻ്റെ അവസാന നാളുകളിൽ തൻ്റെ അനുചരർക്ക് ഉദ്ബോധിപ്പിച്ചതായി നമ്മൾ വായിച്ചിട്ടുള്ളത്.
ഒരുക്കം എന്നുള്ളത് ഏതൊരു നല്ല കാര്യത്തിനും നമുക്കുണ്ടാകേണ്ട സംഗതിയാണ്. സാഹചര്യങ്ങളാണ് പലപ്പോഴും മനുഷ്യനെ നന്മയിലും തിന്മയിലുമൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുകയാണ് എങ്കിൽ കഴിഞ്ഞ റമദാനും ഈ റമദാനും ഒരു വർഷക്കാലത്തോളം എത്രയോ വേണ്ടപ്പെട്ട ആളുകൾ ഈ പള്ളി തന്നെയും പരിപാലിച്ചിരുന്ന ഹനീഫകൾ, അങ്ങനെ എത്ര ആളുകൾ നമുക്ക് എടുത്തു പറയാനുണ്ടാകും ഈ ഒരു വർഷത്തിനിടയിൽ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുള്ളവർ. പലരും അരോഗ ദൃഢഗാത്രരായിരുന്നു, കാര്യമായ അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ചിലരൊക്കെ അവിചാരിതമായി യാദൃച്ഛികം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും അപകടങ്ങളിലൊക്കെ പെട്ടുപോയവരായിരിക്കും. എന്തു തന്നെ ആയിരുന്നാലും അവരുടെ അവധി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പോയിട്ടുണ്ട്. നമ്മുടെ അവധിയും എപ്പോഴാണ് ഏത് സമയത്താണ് എന്ന് നിശ്ചയമില്ലാത്ത നമുക്കാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ 4 മാസം പിന്നിടുമ്പോൾ തന്നെയും നമ്മൾ തിരിച്ചു ചെല്ലേണ്ടുന്ന സമയവും തീയതിയും ഒക്കെയും നിർണയിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എങ്കിൽ ഒട്ടും ഗ്യാരണ്ടിയില്ലാത്ത എന്നോ കുറിക്കപ്പെട്ട ഒരായുസിൻ്റെ അവസാനവും പേറി നടക്കുന്നവരാണ് നമ്മൾ. ആ ഒരു ചിന്ത പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒന്നും പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നില്ല. ശാശ്വതമായി നിലനിൽക്കുന്നു എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മുടെ സംസാരവും അതിനേക്കാളുള്ള നമ്മുടെ ചങ്കുറപ്പൊക്കെയും. ആ ഒരു തിരിച്ചറിവ് ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നുള്ളത്. ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. ലോകത്തിൻ്റെ ഒരു ഭാഗത്തും ഒരു മതസമൂഹവും ഒരു പ്രത്യേക ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ആളുകളോ ഇത്രയും പേർ ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്ന ഒരു വ്രതം ലോകത്തിന് പരിചയമില്ല. അത്രമേൽ ബഹുസ്വരതയുള്ള അല്ലെങ്കിൽ ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന കൂട്ടായിട്ടുള്ള ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ളവർ അതിൽ ഭാഗവാക്കാകുന്ന ഒന്നാണ് ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, മറ്റനേക ആരാധനാകർമ്മങ്ങൾ ഈ നോമ്പിലൂടെ സംഗമിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വളരെ കൃത്യമായി നമ്മൾ നമസ്കരിക്കുന്നു, പ്രാർത്ഥനകൾ നിർവഹിക്കുന്നു. അതേപോലെ ഖുർആൻ പാരായണം കൃത്യമായി നമ്മൾ ഖത്തം തീർക്കുകയും വീണ്ടും വീണ്ടും നമ്മൾ പാരായണം ചെയ്യുകയും ഖുർആനിൻ്റെ ക്ലാസ്സുകളൊക്കെ സജീവമാകുകയും അതിൽ നമ്മൾ ഭാഗവാക്കാവുകയും അതിനേക്കാളെല്ലാം അതിശയിപ്പിക്കുന്ന വിധത്തിൽ ദാനധർമ്മങ്ങളിൽ മറ്റേതൊരു സമുദായത്തെയും പിന്നിലാക്കും വിധം മുസ്ലിങ്ങൾ വളരെ മുന്നിലേക്ക് കടന്നു പോകുന്ന ഒരു മാസമാണ് വരാനിരിക്കുന്നത്. അതിനുള്ളൊരു ഒരുക്കം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഇസ്ലാമിലെ ചാരിറ്റി എന്ന് പറയുമ്പോൾ മറ്റു പലരും അതിശയം കൂറിയിട്ടുണ്ട്. ഈ ഒരു മാസം മുസ്ലിങ്ങൾ ചെലവഴിക്കുന്ന ധനം, അതുകൊണ്ട് മാത്രം നടന്നു പോകുന്ന എത്രയോ ധർമ്മസ്ഥാപനങ്ങളുണ്ട്, എത്രയോ സംരംഭങ്ങളുണ്ട്. അതിലൊക്കെയും എൻ്റെ പങ്ക് എത്രയാണ്, ഞാൻ എവിടെയാണ്, എനിക്കതിനുള്ള എന്ത് കണക്കുകൂട്ടലാണുള്ളത്, അങ്ങനെ ഒരു ആസൂത്രണവും ഒരു പദ്ധതിയും എനിക്കുണ്ടോ? ആ ഒരു വിചാരമുണ്ടാകണം. നോക്കൂ നിങ്ങൾ, ഇമാം തർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാം, ഓരോ ദിവസവും വാനലോകത്തുനിന്ന് വിളിച്ചു ചോദിക്കും അത്രേ, യാ ബാഗിയൽ ഖൈർ, നന്മയിലേക്ക് മുന്നിടുന്നവരെ, അക്ബിൽ, മുന്നിട്ടുകൊള്ളുക. നന്മയ്ക്ക് സന്നദ്ധതയുള്ള ആളുകളെ മലക്കുകൾ അതിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വയാ ബാഗിയ ഷർ, അതേപോലെ തിന്മയിലേക്ക് പ്രാമുഖ്യമുള്ളവരെ, അതിനോട് അഭിനിവേശമുള്ളവരെ, അക്സിർ, പിന്മാറുക എന്നിങ്ങനെ പറയും. വല്ലാഹു ഇത്ഖാഉ മിനന്നാർ, അള്ളാഹു നരകമോചനം നൽകുന്ന ദിവസങ്ങളാണ് വരാനുള്ളത്. വദാലിക കുല്ലു ലൈലത്തിൻ,
എല്ലാ രാത്രികളിലും വാനലോകത്ത് നിന്നും മലക്കുകൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. ആ ഒരു മാസത്തെ അഭിമുഖീകരിക്കാനും അതിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായി പ്രതികരിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. തുബ്രാനി ഉദ്ധരിക്കുന്ന ഹദീസ് കുറേ കൂടി ഒരു വിശ്വാസിയുടെ മനസ്സിനെ കുത്തുന്നതാണ്. മൻ അദ്റക റമളാൻ, ഒരാൾക്ക് റമളാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞു. ഫലം യഗ്ഫർ ലഹു, പക്ഷേ ആ റമളാനിൽ പാപങ്ങളൊന്നും പുറപ്പിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. ഫമത്ത, ഇനി എപ്പോഴാണ് അയാൾക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാവുക എന്ന്. ഇതിനേക്കാൾ വലിയൊരു ചാൻസ് ജീവിതത്തിൽ ഒരവസരം എപ്പോഴാണ് ഉണ്ടാവുക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുകയാണ്. അപ്പോൾ അവസരങ്ങളുടെ കൃത്യമായ നിർവഹണമാണ് ഇസ്ലാമിക വായനയിൽ ജീവിതമെന്ന് പറയുന്നത്, ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് ആളുകളെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. രണ്ട് കൂട്ടുകാരാണ്. അതിലൊരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ മനുഷ്യനാണ്. ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് അയാളുടെ സഹചാരിയായിട്ടുള്ള ആ കൂട്ടുകാരൻ മരിക്കുന്നത്. എന്നാൽ പരലോകത്ത് വരുമ്പോൾ ഈ രക്തസാക്ഷിയേക്കാൾ സ്വർഗപ്രവേശനത്തിന് മുമ്പിൽ നടക്കാൻ കഴിയുക ഒടുവിൽ മരിച്ച ആൾക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. അത് കേട്ട സഹാബിമാർ ചോദിച്ചു, ഹാദാ കാന അശദ്ദു റജുലൈൻ ഇജ്തിഹാദൻ സുമ്മ സ്തുഷ്ഹിദ വദാല ഹാദൽ ആഖിറുൽ ജന്ന ഖബ്ലഹു. എങ്ങനെയാണ് രണ്ടാമനേക്കാൾ കൂടുതൽ പരിശ്രമശാലിയും പടച്ചവൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയുമായിട്ടുള്ള ഒരാൾ മരിച്ചു പോയിട്ടും അയാളെക്കാൾ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒടുവിൽ മരിച്ചവൻ എങ്ങനെയാണ് കഴിഞ്ഞത് എന്ന്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാം, അലൈസ ഖദ് മക്കസ ഹാദാ ബഅദഹു സന. ആ സഹോദരൻ മരിച്ചതിന് ശേഷം ഒരു വർഷത്തോളം തൻ്റെ കൂട്ടുകാരൻ കഴിച്ചു കൂട്ടിയിട്ടില്ലേ? കാലു അവർ പറഞ്ഞു, പല തീർച്ചയായും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറയാൻ, വഅദ്റക റമളാന, അന്നേരം അയാൾക്ക് ഒരു റമളാൻ കഴിഞ്ഞു പോയിട്ടുണ്ട്. വസാമ, അദ്ദേഹം നമ്മൾ നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. വസല്ല കഥ വക്കഥ, അയാൾ നമസ്കരിക്കുകയും ഇന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. മിൻ സജദത്തിൻ മിൻ സന ഫിസ്സന, ആ വർഷം അനേകവട്ടം അദ്ദേഹം അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് രക്തസാക്ഷിയേക്കാൾ മുമ്പിലായി സ്വർഗത്തിലേക്ക് പോകാൻ അയാൾക്ക് നിമിത്തമായത് എന്ന്, അവസരമായത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. ഇത് വളരെയേറെ പരിശ്രമങ്ങൾ ദൈവമാർഗത്തിൽ നടത്തുകയും അതിൽ യാതൊരു വൈമുഖ്യമില്ലാതിരിക്കുകയും ആ നന്മയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്വഹാബിമാർക്ക് പ്രവാചകൻ പകർന്നു കൊടുക്കുന്ന പാഠമാണിത്. ആലോചിച്ച് നോക്കണം. അത്രമേൽ അവർ തൽപരരായിരുന്നു. ഇബ്നു ജൗസി എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയുകയാണ്, തല്ലാഹി ലൗ ഖീല അഹ്ലുൽ ഖുബൂർ, മരിച്ചുപോയ ആളുകൾക്ക് പറയാൻ കഴിയുമായിരുന്നുവെങ്കിൽ പടച്ചവനാണ് അവർ പറയുമായിരുന്നു. തമന്നവ്, അവർ ആഗ്രഹിക്കുമായിരുന്നു. ല തമന്നവ് യൗമൻ മിൻ റമളാൻ, റമളാനിൻ്റെ ഒരു ദിവസം ജീവിതത്തിൽ ഇനിയും ഉണ്ടാകണമെന്നവർ അങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെയും നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ സംബന്ധിച്ചുള്ള വിലാപവും ഉൾവിളിയുമാണ്. ആ ഒരു അവസരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഖേദപ്രകടനം ജീവിതത്തിൽ വരാതെ നോക്കാൻ വരാനിരിക്കുന്ന റമളാനെ സ്വീകരിക്കുന്ന ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ എല്ലാ റമളാനിലും നമ്മൾ കേട്ടുള്ള ചില വചനങ്ങളാണ്. മൻ സാമ റമളാനൻ, ആരാണോ റമളാനിൽ നോമ്പനുഷ്ഠിച്ചത്, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസത്തോടും പ്രതിഫലേച്ഛയോടും കൂടി, ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള നന്മകളെ സംബന്ധിച്ച് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും.
ഒരാൾക്കൊരു 500 കൊടുത്തത്, പള്ളിയിലേക്ക് ഒരു 5000 കൊടുത്തതൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മയുണ്ടാകും. എന്നാൽ ഞാനും നിങ്ങളൊക്കെ ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും ഓർമ്മയിലേക്ക് കടന്നു വരാത്തതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള സ്ഖലിതങ്ങളാണ്. നിങ്ങളുടെ മനസ്സിൽ ഈമാനുണ്ട് എങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകേണ്ടത് നിങ്ങളുടെ പാപങ്ങളെ സംബന്ധിച്ചാണ്. അത് നമ്മുടെ ഉറക്കം കെടുത്തേണ്ടതുണ്ട്. ഈ പാപവുമായി നാളെ രക്ഷിതാവിൻ്റെ കോടതിയിൽ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്നുള്ള ഒരു ഖേദം, ഒരു പ്രയാസം, ഒരു മാനസികമായിട്ടുള്ള ആശങ്കയും അസ്വസ്ഥതയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഉള്ളൊരു മാനസികാവസ്ഥ വിശ്വാസികൾക്കുണ്ടായിരിക്കുമെന്നതാണ്. അപ്പോൾ ഈ പാപങ്ങളൊക്കെയും പൊറുക്കാൻ ഈ പരിശുദ്ധ റമദാൻ നിമിത്തമാകുമെന്നുള്ളതാണ്. എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ പ്രവർത്തനങ്ങളുടേതായിട്ടുള്ള ചില പ്രകടനപരതകളുണ്ട്. ഞാൻ നമസ്കരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്, എൻ്റെ ദാനധർമ്മങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്, അങ്ങനെ മറ്റു പലതും കാണുന്നുണ്ട്. അതിലൊക്കെയും മനുഷ്യനറിയാതെ തന്നെയും പ്രകടനപരത, റിയാ, അല്ലാഹുവിൻ്റെ റസൂൽ ചെറിയ ശിർക്ക് എന്ന് വിശേഷിപ്പിച്ച ഗൗരവമായിട്ടുള്ള പാപം കടന്നു വരാൻ നിമിത്തമാകാറുണ്ട്. എന്നാൽ പരിശുദ്ധ റമദാനും അതിലെ നോമ്പും ഇതിൽ നിന്നെല്ലാം അന്യൂനമാണ് എന്നതാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത തനിക്ക് പ്രിയപ്പെട്ടവരെ ഇബാദത്ത് ചെയ്യാൻ തൻ്റെ ദാസന്മാർക്ക് അള്ളാഹു തിരഞ്ഞെടുത്ത് കൊടുത്ത മാസമാണിതെന്നുള്ളതാണ്. 12 മാസമുണ്ടായിട്ടും തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഈ മാസത്തെ ആ ഇബാദത്ത് ചെയ്യാൻ ഈ മാസത്തെ അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്തു. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാൻ ആ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിച്ചത്. ഹുദൻ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാലോകർക്ക് മുഴുവൻ വഴികാട്ടിയായും അതേപോലെ തന്നെ സത്യാസത്യ വിവേചനമായി കൊണ്ടും ഖുർആൻ അവതരിച്ച മാസമാണിത് എന്ന് ഖുർആൻ തന്നെ വിവരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, കുല്ലു അമലിൻ ഇബ്നു ആദം. അള്ളാഹു പറഞ്ഞതായി പ്രവാചകൻ പറയാം, എല്ലാ അമലുകളും എല്ലാ പ്രവർത്തനങ്ങളും ആദമിൻ്റെ മക്കൾ ചെയ്യുന്നവരവർക്ക് വേണ്ടി തന്നെയാണ്. ഇല്ല സിയാം, എന്നാൽ നോമ്പൊഴികെ ഫഇന്നഹു ലി വഅന അജ്സി ബിഹി, അത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്. ഈ ഒരു പ്രാധാന്യം ഈ മാസത്തിനുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് മുൻകൂട്ടി അറിയിച്ചു കൊണ്ടുവരുന്നൊരു അതിഥിയെ സ്വീകരിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യത്തോടുകൂടി ഈ മാസത്തെ സ്വീകരിക്കാൻ നമുക്ക് കാണേണ്ടതുണ്ട്. ഹറാമുകൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമല്ല, ഹറാമുകൾ ഒഴിവാക്കണമെന്നത് റമദാനിൽ പ്രത്യേകമായി പറയേണ്ടതല്ല, 12 മാസവും ഹറാമുകൾ ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ ഹലാലുകൾ ഒഴിവാക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഹലാലുകൾ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മാസത്തിൻ്റെ പ്രാധാന്യം തന്നെ മനസ്സിലാക്കാതെ അതിൻ്റെ ദിനരാത്രങ്ങൾ ഉറങ്ങിത്തീർക്കുന്ന സഹോദരങ്ങളുണ്ട്. ദിനരാത്രങ്ങൾ സമയമുണ്ട്, നോമ്പോർക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി ഉറക്കത്തിന് വേണ്ടി അനേക സമയം മാറ്റിവെക്കുന്ന ആളുകൾ. ചിലർ നോമ്പാണ് എങ്കിൽ ടൈം പാസിന് വേണ്ടിയുള്ള മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. നോമ്പല്ലേ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാം, ഒന്ന് കറങ്ങിയൊക്കെ വരാം, അപ്പോഴേക്ക് നോമ്പ് തുറക്കുന്ന സമയമാവും. അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വിനോദത്തിലും തമാശയിലും ഒക്കെ ഏർപ്പെടുകയാണ്. അതൊക്കെ ഒരു പരിധിവരെ അനുവദനീയമാണ് എങ്കിൽ ആ ഹലാലുകളാണ് ഈ മാസത്തിൽ നമ്മൾ വർജിക്കേണ്ടത്. കാര്യമായി ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട ഒരു ഭാഗമാണ് പറഞ്ഞത്. മറ്റൊന്ന്, ഈ മാസത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നിടത്ത് 3 തരം ക്ഷമകൾ ഈ മാസത്തിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറയുന്നത് ദുർബലനെയും ശക്തനെയും വേർതിരിക്കുന്നതാണ്. പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ നമ്മൾ ആളുകൾക്കിടയിൽ മനസ്സിലാക്കുന്ന ദീൻ എന്ന് പറയുന്നത് എന്തിനും സഡനായി പ്രതികരിക്കുകയും എന്തിനും അക്ഷമനായി കാണിക്കുകയും ചെയ്യുന്നവനാണ് അതിശക്തനായി ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ പ്രാമാണികമായ വായനയിൽ, പഠനത്തിൽ നമുക്കറിയാം ഏതൊരു പ്രയാസങ്ങളെയും ക്ഷമയോടുകൂടി നേരിടുന്നവരാണ് ഏറ്റവും ശക്തനായ മനുഷ്യനെന്ന്.
ഒരു ഭാഗം എന്ന് പറയുന്നത് ആരാധനകളിലെ ക്ഷമയാണ്. ഖുർആനിൽ സുന്നത്തിലൊക്കെയും അനേക സ്ഥലങ്ങളിൽ അത് കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. ഈ മാസം വരാൻ പോകുന്നു, സ്വാഭാവികമായും ചൂട് കൂടുകയാണ്. 13 മണിക്കൂർ 13-ലധികം മണിക്കൂറുകൾ നമ്മളിങ്ങനെ ഉപവാസം ആയി ഇരിക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ ഭീതിയിലായി പോകുന്നു. ഒരു വിശ്വാസിക്ക് അങ്ങനത്തെ ഒരു വകഭേദമില്ല. അവൻ്റെ കാഴ്ചപ്പാടില്ല യുക്കല്ലിഫുല്ലാഹു ഇല്ലാ നഫ്സൻ വസ്അഹാ. ഒരൊന്നിനോടും ഒരു മനുഷ്യനോടും അള്ളാഹു ചെയ്യാൻ പറ്റാത്തൊരു കാര്യവും കൽപ്പിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ട് അള്ളാഹു ഫർളായി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ കാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. നോക്കൂ നിങ്ങൾ, ആലി ഇമ്രാൻ എന്ന് പറയുന്ന അധ്യായത്തിൻ്റെ 200-ാമത്തെ വചനത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇസ്ബിറു വസാബിറു, നിങ്ങൾ ക്ഷമിക്കുകയും ക്ഷമയിൽ നിങ്ങൾ മികവ് കാണിക്കുകയും ചെയ്യുക. വറാബിതു, നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. വത്തഖുല്ലാഹ ലഅല്ലക്കും തുഫ്ലിഹൂൻ. യുദ്ധസമാനമായ രംഗത്ത് അവതരിക്കപ്പെട്ടൊരു വചനമാണ് പറയുന്നത്. അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക, തീർച്ചയായും നിങ്ങൾ വിജയികളായേക്കാം. അപ്പോൾ വിജയത്തിൻ്റെ ഉപാധിയായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യം ക്ഷമയും ക്ഷമയിലുള്ള മികവുമാണ് എന്നതാണ്. ആരാധനയിൽ ഫഅ്ബുദൂഹു വസ്തബിർ ലിഇബാദത്തി, 19-ാമത്തെ അധ്യായം സൂറ മറിയമിൻ്റെ 65-ാമത്തെ വചനം. ആരാധനയിൽ ക്ഷമയോടുകൂടി ഉറച്ചു നിൽക്കുക എന്നതാണ്. ഖുർആനിലെ 39-ാമത്തെ അധ്യായം സൂറ സുമറിലെ 10-ാമത്തെ വചനം ഇന്നമാ യുവഫസ് സാബിറൂൻ, തീർച്ചയായും ക്ഷമാലുക്കൾക്കാണ് അല്ലാഹു പൂർണ്ണമാക്കി നൽകുക. അജ്റഹും, അവരുടെ പ്രതിഫലങ്ങൾ ബിഗൈരി ഹിസാബ്, ഒരു കണക്കുമില്ലാതെ, കണക്ക് നോക്കാതെ പ്രതിഫലം പൂർണ്ണമായി കൊടുക്കുക ക്ഷമ കൈക്കൊള്ളുന്ന ആളുകൾക്കാണ്. അപ്പോൾ ഇബാദത്തിലായിരിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട ക്ഷമ എന്ന് പറയുന്നത് ആ കർമ്മം ചെയ്യുന്നതിൽ അവധാനതയോടുകൂടി, എടുത്തുചാട്ടമില്ലാതെ, അങ്കലാപ്പില്ലാതെ, ഭീതിയില്ലാതെ, ഏറ്റവും അവധാനതയോടുകൂടി ആ കർമ്മങ്ങളിൽ ഇടപെടാൻ കഴിയുക എന്നതാണ്. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് പാപങ്ങളും ഇച്ഛകളും ഉപേക്ഷിക്കുന്നിടത്ത് ക്ഷമയുണ്ടാകണമെന്നതാണ്. ചില പ്രവർത്തനങ്ങൾ നമുക്കറിയാം അത് ശരിയല്ല, തെറ്റാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ജീവിതത്തിൽ അത് ഉപേക്ഷിക്കാൻ ഇതുവരെ നമുക്ക് പറ്റിയിട്ടില്ല. അതിലൊന്നാണ് പുകവലി എന്ന് പറയുന്നത്. ഇപ്പോഴും പുകവലിക്കുന്ന ആളുകളുണ്ട്. അവരവരുടെ ഒഴിവ് സമയങ്ങളിലൊക്കെ റിലാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചെയ്യുന്നത് ഇത്തരം ഒരു ദുഷ്പ്രവൃത്തിയാണ്. സമ്പത്ത് ദൂർത്തടിക്കലാണ്, ആരോഗ്യത്തിന് ഹാനികരമാണ്, മറ്റുള്ളവർക്ക് ദോഷമാണ്, അവനവന് തന്നെയും തൻ്റെ കുടുംബത്തിനും ദോഷമാണ്. ഇങ്ങനെ ദോഷങ്ങളുടെ ഒരു കലവറയാണ് സംഭവം. അപ്പോൾ അങ്ങനെ തന്നെ നോക്കിയാൽ പുകവലി ഹറാമാക്കിയിട്ടുണ്ടോ എന്ന് ഖുർആനിലൊരു ആയത്ത് ചോദിച്ചാൽ നമുക്കൊരു പക്ഷേ എടുത്തു കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെയും ഒരു വിശ്വാസിക്ക് നിഷിദ്ധമാണ് എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. അങ്ങനെയുള്ളൊരു കാര്യം നിർബാധമായി നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയോ റമദാനുകൾ നമ്മൾ കടന്നുപോയിട്ടുണ്ട്. നമ്മിലെ ഈ മോശമായ പ്രവർത്തനത്തെ ഇല്ലായ്മ ചെയ്യാൻ പറ്റുന്നില്ല. അത് കഴിയണമെന്നതാണ്. അതിന് ഈ മാസം നിങ്ങൾക്ക് പ്രേരണയാകണം. മറ്റൊന്ന് കോപമാണ്. എന്ത് കണ്ടാലും വളരെ മോശമായി തന്നെ പ്രതികരിക്കുന്ന ആൾ, അപ്പുറത്ത് നിൽക്കുന്ന ആളുകളുടെ മാനസികാവസ്ഥ പോലും പരിഗണിക്കാതെ എന്തിനും എടുത്തുചാടി പ്രതികരിക്കുന്ന സ്വഭാവം. അള്ളാഹുവിൻ്റെ റസൂലിനോട് ഒരു ഉപദേശം തേടി വന്ന മനുഷ്യനോട് പ്രവാചകൻ പറഞ്ഞതിൽ ആ തകതം, നീ കോപിക്കരുത് എന്നത്. അയാൾ അത് കഴിഞ്ഞ് പോകുന്നില്ല, വീണ്ടും വീണ്ടും ചോദിക്കുക. 3 വട്ടം ചോദിച്ചു എന്നാണ്. 3 വട്ടവും അദ്ദേഹത്തോട് പ്രവാചകൻ പറഞ്ഞത് നീ കോപിക്കരുത് എന്നതാണ്. എല്ലാ തിന്മകളുടെയും തുടക്കം ഒരു കോപത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ മാസത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം, ഞാൻ ഒരിക്കലും കോപാകുലനായി ഇതിൻ്റെ ദിനരാത്രങ്ങളിൽ ഒരാളോടും ഇടപഴകുകയില്ല എന്നത്. അത് അവനവനിൽ വരുത്തേണ്ട മാറ്റമാണ്, ക്ഷമയാണ്. മൂന്നാമതായി പറയുന്നത് ജീവിതത്തിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ട പലതും പ്രലോഭനങ്ങളിൽ നിന്ന് പൂർണ്ണമായി നമ്മെ മോചിപ്പിച്ചെടുക്കാൻ കഴിയണം. വിവേകിയും ഇച്ഛാശക്തിയും ഉള്ളവനാണ് എന്ന് സ്വയം ബോധ്യപ്പെടുത്താൻ കഴിയണം. എന്നുവെച്ചാൽ
വിശപ്പും ദാഹവും വൈകാരികമായ ചോദനകളുമൊക്കെയും ഒരു ഭാഗത്തുണ്ടാകുമ്പോൾ അതെല്ലാം കൃത്യമായി അടക്കി ഒതുക്കിക്കൊണ്ട് അത്തരം ഒരു പ്രലോഭനങ്ങളിലും ഞാൻ വശംവദനായിട്ടില്ല എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പറഞ്ഞു വന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ശ്രേഷ്ഠമായിട്ടുള്ള ഈ മാസത്തിൻ്റെ ദിനരാത്രങ്ങൾ അവഗണിച്ചു കളയാതെ അത് ഉപയോഗപ്പെടുത്താൻ സന്മനസ് കാണിക്കണമെന്നതാണ്. ഒന്ന്, ആയുസിൻ്റെ ക്ഷണികതയാണ്. മൂന്നാമത്, ഈ മാസത്തിൽ അടങ്ങിയിട്ടുള്ള ക്ഷമയുടെ 3 അവസ്ഥാന്തരങ്ങളാണ്. ഇതെല്ലാം കൃത്യമായി പരിപാലിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ മാസത്തെ സ്വീകരിക്കാനും കഴിയുന്നത്ര നന്മകളുമായി നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും എനിക്കും നിങ്ങൾക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു ഉസീക്കും സാനിയൻ ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടെ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഒരു ആഴ്ചയായി നമ്മുടെ കലാലയങ്ങളിൽ നിന്ന് കേൾക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ള വാർത്തകൾ കൊണ്ട് നമ്മളേറെ അസ്വസ്ഥരാണ്. കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് തൻ്റെ സഹപാഠികളായിട്ടുള്ള 5ഓളം വിദ്യാർത്ഥികൾ ചേർന്ന് കാണിച്ചിട്ടുള്ള കൊടും ക്രൂരത ലോകസമക്ഷത്തിങ്കൽ എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ് നമ്മുടെ മക്കൾക്ക് പിഴവ് സംഭവിച്ചു പോകുന്നത്? എനിക്കും നിങ്ങൾക്കൊക്കെ മക്കളുണ്ട്. നമ്മളൊക്കെയും നമ്മുടെ മക്കളെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുപോയി ആക്കുന്നത്. അവരവരുടെ ലക്ഷ്യം മനസ്സിലാക്കി അതിലൂടെയൊക്കെയും പഠിച്ച് ഉത്തമ പൗരന്മാരായി വരണമെന്നുള്ളതാണ്. നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ 4 വർഷം കഴിഞ്ഞ് അവരുടെ കോഴ്സ് പൂർത്തിയാക്കിയാൽ സാധുക്കളായ നമ്മളൊക്കെയാണ് ഒറ്റപ്പെട്ട അവരുടെ മുറികളിലൊക്കെയും നമ്മുടെ ശരീരം സറണ്ടറാക്കി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതേ വൈകൃതത്തിൻ്റെ ഉടമകളാണ് അവരുടെ മനസ്സുകളെങ്കിൽ, അത്തരം മനസ്സിൻ്റെ ഉടമകളാണ് അവരെങ്കിൽ എത്ര സുരക്ഷിതമായിരിക്കും നമ്മുടെ ആരോഗ്യ മേഖല എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അറിവ് കൊണ്ട് കിട്ടേണ്ട 2 ഗുണങ്ങളുണ്ട്. അതിലൊന്ന് പരിശീലനമാണ്. ഒരു കാര്യത്തിലുള്ള അറിവ് കിട്ടിയാൽ ആ കാര്യത്തിൽ നമ്മൾ കൂടുതൽ എക്സ്പേർട്ടുകളാകുന്നു എന്നുള്ളതാണ്. അത് ഏത് ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. രണ്ടാമത്, അറിവിലൂടെ തർബിയത്ത് കിട്ടണം എന്നുള്ളതാണ്. നമ്മൾ പ്രത്യേകമായി ആളുകൾക്ക് ക്ലാസ്സുകൾ, തർബിയത്ത് ക്ലാസ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കാറുണ്ട്. അത് വളർച്ചയാണ്. പരിശീലനത്തിനപ്പുറം ഇയാളൊരു വളർച്ചയുണ്ടാകണമെന്നതാണ്. നമ്മുടെ മാംസപേശികളും എല്ലുകൾക്കൊക്കെ ഉള്ള വളർച്ചയല്ല, അതൊക്കെ സ്വാഭാവികമായി ഉണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്നിടത്താണ് മനുഷ്യർക്ക് കൂടുതൽ ശ്രദ്ധയുള്ളത്. അതൊന്നുകൂടി പുഷ്ടിപ്പെടുത്തി ആളുകളെ ഭീതിപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ മസലുകളൊക്കെയും കണ്ട് നിങ്ങളൊന്ന് ഞെട്ടണമെന്നിടത്താണ്. മനസ്സിനും ആത്മാവിനും എള്ളോളം വലിപ്പമില്ലാത്ത ആളുകളായി നമ്മുടെ മക്കൾ മാറിപ്പോകുന്നുണ്ട്. എവിടെയാണ് തകരാറ് സംഭവിച്ചതെന്നറിയാമോ? ആ തകരാറ് സംഭവിച്ചത് ഈ പഠനം കൊണ്ട് എന്താണ് ലക്ഷ്യമാക്കുന്നത് എന്ന് പഠിക്കുന്നവന് ലക്ഷ്യമില്ല, ബോധമില്ല. അവനെ പറഞ്ഞയക്കുന്ന രക്ഷിതാക്കൾക്കും ബോധമില്ല. ഈ 2 ബോധമില്ലായ്മയാണ് നമ്മൾ ഈ കാണുന്ന എല്ലാ അനർത്ഥങ്ങളുടെയും ഉത്തരവാദി എന്നതാണ്. എന്തു പഠനത്തിനും നമ്മൾ അന്വേഷിച്ച് എത്തിച്ചേരേണ്ട സംഗതി നമ്മുടെ രക്ഷിതാവിലേക്കാണ്. ആദ്യമായി ഇറങ്ങിയ വഹിയിൽ അള്ളാഹു കൃത്യമായി ഇത് രേഖപ്പെടുത്തി. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, അലക്കിൽ നിന്നാണ് കേട്ടോ മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. തൻ്റെ അസ്തിത്വത്തെ കൃത്യമായി
ആദ്യ വചനങ്ങളിലൂടെ തന്നെ മാലോകരെ അള്ളാഹു ഉണർത്തുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. അങ്ങനെ ഒരു രക്ഷിതാവിനെ താൻ എന്താണ് എന്നും എന്തിനാണ് എന്നും എവിടേക്കാണ് തൻ്റെ തിരിച്ചുപോക്ക് എന്നുമൊക്കെ കൃത്യമായി ബോധിപ്പിക്കുന്ന അത്തരമൊരു പഠന മേഖലയെ നാം പാടെ മാറ്റിവെച്ചു. എന്താ നമ്മുടെ ചിന്ത ലിംഗസമത്വമാണ്. ആണും പെണ്ണൊക്കെ ഒന്നിച്ച് ഇടകലർന്നിരിക്കട്ടെ. അത് ബസ് സ്റ്റോപ്പിലും ബസ്സിലും ട്രെയിനിലും എവിടെയൊക്കെ ഇരിക്കാൻ പറ്റുമോ അവിടെയൊക്കെ ആണും പെണ്ണൊക്കെ തിങ്ങി നിറഞ്ഞ് അങ്ങനെ മിക്സഡായിട്ട് ഇരിക്കട്ടെ. വസ്ത്രങ്ങളിൽ ഈ സമത്വം ഉണ്ടാവട്ടെ. ആണിനെയും പെണ്ണിനെയും വേർതിരിക്കുന്ന വസ്ത്രങ്ങൾ അത് ചില അടിമകളാക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെ ഗീർവാണം അടിക്കുന്ന വിദ്യാഭ്യാസ വിചക്ഷണർ പറയേണ്ട ഉത്തരമാണിതൊക്കെ. ഇതെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ഈ കുട്ടികളിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിൽ വലിയ അനർത്ഥങ്ങൾ ഇനിയും നമ്മൾ കേൾക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ ആരുമായിക്കൊള്ളട്ടെ, എവിടെ പഠിച്ചുകൊള്ളട്ടെ, എന്തിനു പോയിക്കൊള്ളട്ടെ, അവർക്ക് സപ്പോർട്ടായി ഒരു സിസ്റ്റത്തിന് സപ്പോർട്ട് വേണം. അത് നമ്മൾ പഠിച്ചിട്ടുള്ള ഭൗതിക ശാസ്ത്രമാണ്. അതേപോലെ അതിനേക്കാൾ സപ്പോർട്ട് ആവശ്യമുള്ളതാണ് ജൈവപരമായി മനുഷ്യനെന്ന് പറയുന്നത്. അവൻ തകർന്നു പോകുന്ന, അവൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്ന, ടെൻഷൻ അടിക്കുന്ന, അങ്ങനെ പലതുകൊണ്ട് ജീവിതം തന്നെ ഒടുക്കണമെന്ന് വിചാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാം. അവിടെയൊക്കെയും ഒരു സപ്പോർട്ടായി ഒരു വിശ്വാസം അവിടെ ഉണ്ടാകണം, ഒരു തിരിച്ചറിവ് ഇവിടെ ഉണ്ടാകണം, അസ്തിത്വ ബോധമുണ്ടാകണം. ആ ഒരു ഒന്നിൻ്റെ അഭാവമാണ് സകല അനർത്ഥങ്ങളുടെയും കാരണമെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറ ഫാത്തിറിലെ 28-ാമത്തെ വചനം, ഇന്നമാ യഖ്ഷല്ലാഹ്, പടച്ചവനെ ഭയപ്പെടുന്നത് ആരായിരിക്കും? മിൻ ഇബാദിഹിൽ ഉലമാ, കൃത്യമായ അറിവ് കരസ്ഥമാക്കിയ ആളുകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുക. അത് എങ്ങനെയുള്ള അറിവാണ്? യുഅത്തിൽ ഹിക്മത മൻ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് യഥാർത്ഥമായ ജ്ഞാനം നൽകും. വമൻ യുഅത്തൽ ഹിക്മത, അപ്രകാരം ഏതൊരാൾക്കാണോ യഥാർത്ഥമായ ജ്ഞാനം അള്ളാഹു നൽകിയിട്ടുള്ളത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ആ അറിവ് കൊണ്ട് അവനും അവൻ്റെ സമൂഹത്തിനും ധാരാളം നന്മകളായിരിക്കും ഉണ്ടാവുക. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിശാലികളായ ആളുകൾ മാത്രമാണ് ഈ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സിലാക്കുക. അങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. വർത്തമാനകാല സാഹചര്യങ്ങളിൽ അത്തരം ചിന്തകളും അനുഭവങ്ങളും ഒരു പുനരന്വേഷണത്തിന്, ഒരു വീണ്ടുവിചാരത്തിന് സമൂഹത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു അതിന് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ പറയുകയാണ്. ഇവിടെ ഈ പള്ളിയിൽ പതിവിൽ കവിഞ്ഞൊരു വെട്ടമുണ്ട്. അതിവിടെ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളുടെ മാറ്റമാണ്. സഹോദരങ്ങളെ, ഈ നന്മയിൽ, ഈ വലിയ പുണ്യപ്രവൃത്തിയിൽ ഭാഗവാക്കായ എല്ലാ ആളുകൾക്കും അള്ളാഹു അതനുസരിച്ചുള്ള പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ബാക്കി നിൽക്കുന്ന പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ഏതൊരു സഹായവും, ഒരാൾക്ക് 500 രൂപയാണ് കൊടുക്കാൻ കഴിയുന്നത് എങ്കിൽ പടച്ചവനെടുക്കൽ ഒരു പക്ഷേ 5000 കൊടുത്ത ആളേക്കാൾ സ്വീകാര്യത 500-നായിരിക്കും. അള്ളാഹുവിനാണ് അറിയുക. അതുകൊണ്ട് ഓരോരുത്തരും തങ്ങളാൽ കഴിയുന്ന വിധത്തിലുള്ള സഹായം തുടർന്നും ഉണ്ടാകണം. അത്തരം സന്മനസ് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ ബ്ലാങ്ങാട് വച്ച് MGMൻ്റെ ജില്ലാ കൺവെൻഷനുണ്ട് 2 മണിക്ക്. എല്ലാ സഹോദരിമാരും ആ പരിപാടിയിൽ പങ്കെടുക്കുക. നമ്മൾ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഇണകളെയും സന്താനങ്ങളെയും മുഴുവൻ സത്യവിശ്വാസികളെയും അള്ളാഹു ഒരുമിച്ച്